എന്താണ് കുരിശിന്റെ വഴിയുടെ ചരിത്രം? പ്രിയമുള്ളവരെ, ആദ്യ നൂറ്റാണ്ടുകളിൽ വിശുദ്ധ നാട് തീർത്ഥാടനം ചെയ്യുക, പ്രത്യേകിച്ചും 4-5 നൂറ്റാണ്ടുകളിലെല്ലാം വിശുദ്ധ നാട്ടിൽ പോവുക, ഈശോ സഞ്ചരിച്ച വഴികളിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതെല്ലാം ഒരു വിശ്വാസിയുടെ ചിരാഭിലാഷമായിരുന്നു. പിന്നീട് ഈ വിശുദ്ധ നാടുകളെല്ലാം ഇസ്ലാമിക ഭരണാധികാരികളുടെ കയ്യിലായി. AD 1187 ഈജിപ്തിലെ സുൽത്താൻ ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കുകയും ഇസ്ലാമിക ഭരണം കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് കുരിശ് യുദ്ധക്കാരുടെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങൾ തിരിച്ചുപിടിക്കുകയുണ്ടായി. ഫ്രാൻസിസ് അസീസിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വിശുദ്ധ നാട്ടിലെല്ലാം തീർത്ഥാടനം ചെയ്യുക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അനേകം വിശുദ്ധ നാടുകൾ തീർത്ഥാടനം ചെയ്തു. ഈശോ സഞ്ചരിച്ച വഴികളിലൂടെ നടന്നു. ആ പ്രദേശങ്ങളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥനകളും അവർ നടത്തി. തുടർന്ന് ഫ്രാൻസിസ്കൻ സന്യാസിമാർക്ക് ഈ വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതല മാർപ്പാപ്പ നൽകുകയുണ്ടായി. AD 1342 ക്ലെമന്റ് ആറാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ സന്യാസിമാരെ, ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച സന്യാസ സഭയിലെ സന്യാസിമാരെ വിശുദ്ധ നാടുകളുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. 12 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ വിശുദ്ധ നാട് സന്ദർശിച്ച അനേകര്, ഈ ഭക്തജനങ്ങള് പ്രത്യേകിച്ചും ഈശോയുടെ ഗാഗുൽത്ത വഴികളിലൂടെ യാത്ര ചെയ്തിരുന്നതായി പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന രീതിയിൽ 14 സ്റ്റേഷനും അതുപോലെ തന്നെ ഇന്നത്തെ രീതിയിലുള്ള ഭക്താഭ്യാസങ്ങളുടെ ക്രമമായ രൂപവും ഒരു നിശ്ചിതമായ വഴികളും ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഫ്രാൻസിസ്കൻ സന്യാസിമാര് 14-15 നൂറ്റാണ്ടുകളോട് യൂറോപ്പിലും വ്യാപകമായി കുരിശിന്റെ വഴികൾ പ്രചരിപ്പിക്കപ്പെട്ടു. കാരണം യൂറോപ്യന്മാർക്ക് എല്ലാവർക്കും വിശുദ്ധ നാട്ടിലൊന്നും പോയി ഈ പ്രദേശങ്ങൾ തീർത്ഥാടനം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളോട് ചേർന്ന് ഈ കുരിശിന്റെ വഴികളും, ഓരോ കുരിശിന്റെ വഴികളിൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി ഈശോയുടെ പീഡാനുഭവത്തിന് വിവിധ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കൽപ്രതിമകളോ അതല്ലെങ്കിൽ മരത്തിൽ കൊത്തിയ രൂപങ്ങളോ സ്ഥാപിക്കുന്ന രീതിയും തുടർന്നു. എങ്കിൽ ഇന്നത്തെ രീതിയിൽ 14 സ്റ്റേഷനുകൾ വളരെ പിന്നീട് വന്നതാണ്. പലപ്പോഴും 7 മുതൽ 30 സ്റ്റേഷനുകൾ വരെ പല ദേവാലയങ്ങളിലും ഈ 15-ാം നൂറ്റാണ്ടിലെല്ലാം ഉണ്ടായിരുന്നു. വീണ്ടും 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഇന്നത്തെ രീതിയിൽ 14 സ്റ്റേഷനുകൾ എന്ന ഒരാശയം ഉടലെടുത്തു. 1686 ഇന്നസെന്റ് 11-ാമൻ പാപ്പ ഫ്രാൻസിസ്കൻ സന്യാസിമാർക്ക് അവരുടെ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴികൾ ഇങ്ങനെ 14 സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള അംഗീകാരം നൽകി. വീണ്ടും 1731 ക്ലെമന്റ് 12-ാമൻ പാപ്പ മെത്രാന്റെ അനുമതിയോടുകൂടി എല്ലാ ദേവാലയങ്ങളിലും ഫ്രാൻസിസ്കൻ വൈദികരുടെ നേതൃത്വത്തിൽ ഈ കുരിശിന് വഴികൾ സ്ഥാപിക്കാനുള്ള ഔദ്യോഗിക കൽപ്പനയും നൽകി. 1862 മുതൽ ഫ്രാൻസിസ്കൻ വൈദികർ ഇല്ലെങ്കിൽ പോലും ദേവാലയങ്ങളിൽ മെത്രാന്റെ അനുമതിയോടുകൂടി കുരിശിന്റെ വഴി സ്ഥാപിക്കാം എന്ന രീതിയിൽ റോം അംഗീകാരം നൽകുകയുണ്ടായി. അങ്ങനെയാണ് പൊതുവെ എല്ലായിടത്തും ഈ കുരിശിന്റെ വഴി എന്ന ഒരു ഭക്താഭ്യാസം നിലവിൽ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി 14 സ്ഥലങ്ങളാണ് കുരിശിന്റെ വഴിയിൽ അടയാളപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈശോയുടെ ഉദ്ധാനത്തോടുകൂടി മാത്രമാണ് രക്ഷാകര ചരിത്രം പൂർത്തിയാകുന്നത് എന്നതിനാൽ ചിലയിടങ്ങളിൽ 15-ാം സ്ഥലമായി ഈശോയുടെ പുനരുദ്ധാനം കൂടി ഉൾപ്പെടുത്തുന്ന പതിവും സഭയിലുണ്ട്. ഇതിന്റെ വഴിയിലുള്ള 3, 6, 7, 9, 13 സ്റ്റേഷനുകൾ അതിന് ബിബ്ലിക്കൽ അടിത്തറയില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു, 2-ാം പ്രാവശ്യം വീഴുന്നു, 3-ാം പ്രാവശ്യം വീഴുന്നു, വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുളയ്ക്കുന്നു. ഈ ഭാഗങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കില്ല. വീണ്ടും ഈശോയുടെ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു എന്ന 13-ാം രഹസ്യം വാസ്തവത്തിൽ അരിമത്തിയക്കാരൻ ശിമിയോനാണ് ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്ന് എടുത്ത് സംസ്കരിച്ചത്. ആയതിനാൽ ഈ ഭാഗങ്ങൾ പരിഷ്കരിക്കണമെന്ന് ഒരു വിഭാഗം ദൈവശാസ്ത്രജ്ഞന്മാരുടെ പരാതി ഉൾക്കൊണ്ടുകൊണ്ട് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കുരിശിന്റെ വഴി പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി 1991. 2007 ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ജോൺ പോൾ 2-ാമന്റെ ഈ കുരിശിന്റെ വഴിക്ക് ഔദ്യോഗികമായ സഭയുടെ അംഗീകാരം നൽകുകയും വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തു. ഈ കുരിശിന്റെ വഴിയിൽ 14 സ്ഥലങ്ങൾ ഇവയാണ്. ആ സ്ഥലം ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥന, 2-ാം സ്ഥലം യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുകയും പടയാളികൾ ഈശോയെ പിടിക്കുകയും ചെയ്യുന്നു, 3-ാം സ്ഥലം ഈശോ ന്യായാധിപ സംഘത്തിന് മുൻപാകെ, 4-ാം സ്ഥലം പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു, 5-ാം സ്ഥലം പീലാത്തോസ് യേശുവിനെ വിധിക്കുന്നു, 6-ാം സ്ഥലം പടയാളികളുടെ പരിഹാസവും ഈശോയുടെ മുൾക്കിരീട ധാരണവും, 7-ാം സ്ഥലം ഈശോ കുരിശ് ചുമക്കുന്നു, 8-ാം സ്ഥലം ശിമിയോൻ യേശുവിനെ സഹായിക്കുന്നു, 9-ാം സ്ഥലം യേശു ജെറുസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു, 10-ാം സ്ഥലം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു, 11-ാം സ്ഥലം അനുതപിച്ച കള്ളന് യേശു സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നു, 12-ാം സ്ഥലം കുരിശിൽ നിന്ന് ഈശോ യോഹന്നാനെയും മറിയത്തെയും പരസ്പരം
ചുമതലകൾ ഭരമേൽപ്പിക്കുന്നു. 13-ാം സ്ഥലം ഈശോ കുരിശിൽ മരിക്കുന്നു. 14-ാം സ്ഥലം യേശുവിനെ അടക്കുന്നു. ഇത് നോക്കുകയാണെങ്കിൽ ഫിലിപ്പിയൻസിലെ കത്തോലിക്ക സഭയിൽ അവിടെ ഈ കുരിശിന്റെ വഴി പഴയ രീതിയിൽ നിന്നും ചിലത് പരിഷ്കരിച്ചിട്ടുണ്ട്. 1-ാം സ്ഥലമായി ഈശോയുടെ അന്ത്യ അത്താഴവും 14-ാം സ്ഥലമായി ഈശോയുടെ പുനരുദ്ധാനവും ക്രമീകരിച്ചുകൊണ്ടാണ് 14 സ്റ്റേഷനുകൾ അവർ നിജപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പെസഹ രഹസ്യം പൂർണ്ണമാകണമെങ്കിൽ ഈശോയുടെ അന്ത്യ അത്താഴവും ഈശോയുടെ ഉദ്ധാനവും അതിൽ ഉൾക്കൊള്ളണമെന്നാണ്. എന്നാൽ പാരമ്പര്യ രീതിയെ പിന്തുടരുന്നവർ അവകാശപ്പെടുന്നത് സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നും ഏതായാലും കുരിശിന്റെ വഴി കത്തോലിക്ക സഭയിൽ നോമ്പുകാലത്തിൽ വിശ്വാസികൾ പിന്തുടരുന്ന ഒരു പ്രധാന ഭക്താഭ്യാസമാണ്. 17-ാം നൂറ്റാണ്ടോടുകൂടി കത്തോലിക്ക സഭയിൽ എങ്ങും വ്യാപിച്ച ഈ രീതി കത്തോലിക്ക സഭയെ കൂടാതെ ലൂതറൻ സഭ, ആംഗ്ലിക്കൻ സഭ, മെത്തോഡിസ്റ്റ് സഭ തുടങ്ങിയ പല സഭകളും പിന്തുടരുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കുക.